കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് PCOD കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ രോഗങ്ങൾ നമ്മൾക്ക് വരാമെന്നുള്ളത്. അതായത് മെയിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് തന്നെയാണ് PCODയുടെ ഒരു മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു PCOD ഉള്ള സ്ത്രീകൾ അവർ ഗർഭം ധരിക്കുമ്പോൾ അവർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ PCOD ഉള്ള സ്ത്രീകളിൽ അവർക്ക് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടും വരാറുണ്ട്. ഗർഭം അലസിപ്പോകാനുള്ള, അബോർഷൻ ആവാനുള്ള സാധ്യത വളരെ അധികമാണ്. അഥവാ പ്രഗ്നൻസി റീറ്റെയിൻ ചെയ്താൽ തന്നെ അവർക്ക് ബിഗ് ബേബി, അതായത് കുഞ്ഞുങ്ങളുടെ ശരീരഭാരം കൂടുതലായത് കാരണം അവർക്ക് നോർമൽ ഒരു ഡെലിവറിയിലേക്ക് എത്താനും ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ PCOD ഉള്ള അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള സ്ത്രീകളിൽ കുട്ടികൾ ജനിക്കുമ്പോൾ ജനിതക ഘടനയിൽ അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളായിട്ട് ജനിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ PCOD ഒക്കെയുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ അതിനുള്ള വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പ്രഗ്നൻസിക്ക് ശ്രമിക്കുക. അതുപോലെ അടുത്തൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വന്ധ്യത. ഞാൻ പറഞ്ഞ പോലെ തന്നെ പീരീഡ്സിൽ ഇറഗുലാരിറ്റി വരുമ്പോൾ ഈ കല്യാണത്തിന് മുന്നേ തന്നെയാണെങ്കിലും ഇത് ഇറഗുലാരിറ്റി വരുന്ന എന്തുകൊണ്ടാണ് എന്ന് ഒരു ഡോക്ടറെ സമീപിച്ച് അതിനുള്ള കാരണം കണ്ടെത്തി അതിനുള്ള രോഗനിർണയം കണ്ടെത്തി അതിനുള്ള ഔഷധം കഴിക്കേണ്ടതാണ്. വന്ധ്യത, ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ PCOD ഉള്ള സ്ത്രീകളിലും വന്ധ്യത വരണം എന്നുള്ള കാര്യം നിർബന്ധമല്ല. ഒരു 30 മുതൽ 40% കേസസിൽ അങ്ങനെ കാണാറുള്ളൂ. അതുപോലെ ഒബിസിറ്റി, അമിതവണ്ണം ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. PCOD ഉള്ളവർക്ക് അമിതവണ്ണം വരാം, അമിതവണ്ണം ഉള്ളവരിലും PCOD കാണാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ ഒബിസിറ്റി ആയിരിക്കും ഈ PCOD ഉള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളിൽ കാണുന്നത്. അതുപോലെ അടുത്തൊരു കോംപ്ലിക്കേഷനാണ് ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് അവരുടെ കൊളസ്ട്രോൾ, LDL, ട്രൈഗ്ലിസറൈഡ്സ് എന്നിവയൊക്കെ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് അധികമായിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയും അധികമായിട്ട് കാണുന്നുണ്ട്. PCODയുടെ അടുത്ത ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ക്യാൻസർ. എൻഡോമെട്രിയം എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ഗർഭാശയത്തിൻ്റെ ആന്തരിക ലൈനിങ്ങിനെയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ എൻഡോമെട്രിയത്തിൻ്റെ ഒരു സൈക്ലിക്കൽ ചേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ ആർത്തവ ചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ PCOD ഉള്ള സ്ത്രീകളിൽ ഈ ആർത്തവ ചക്രം കൃത്യമായിട്ട് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസത്തോളം അല്ലെങ്കിൽ 3 മാസത്തോളം തന്നെ അവർക്ക് പീരീഡ്സ് വരാതിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ യൂട്രസിനകത്തുള്ള ഈ ലൈനിങ്, എൻഡോമെട്രിയം എന്ന് പറയുന്ന ലൈനിങ് കട്ടി കൂടുകയും അത് ഭാവിയിൽ ഒരു 40, പ്രത്യേകിച്ച് ഒരു 35, 40+ ഏജിലുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് അത് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ PCOD ഉള്ളവർ മെൻസസ് ഇങ്ങനെ ഇറഗുലർ ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ടും അവർക്ക് പീരീഡ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ എൻഡോമെട്രിയൽ ലൈനിങ് കട്ടി കൂടിയിട്ട് അത് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്.